ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് DM വന്നായിരുന്നു. ആ DMൽ കൂടുതലും ഡൗട്ട്സുകളാണ്. ഞാൻ എത്ര നാള് പല്ല് കമ്പി ഇട്ടായിരുന്നു, അതുപോലെ തന്നെ പല്ല് പറിച്ചിട്ടാണോ, പല്ല് പറിച്ചിട്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലാവാനായിട്ട് എത്ര നാളെടുത്തു, റീറ്റൈനേഴ്സ് കിട്ടിയില്ലേ, റീറ്റൈനേഴ്സ് എത്ര നാളിടണം എന്നൊക്കെയായിരുന്നു ഡൗട്ട്സുകൾ. എൻ്റെ ട്രീറ്റ്മെൻറ്റ് പീരീഡ് 1.5 വർഷമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്നായിരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 2 months കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഖത്തറിലേക്ക് വന്നത്. പിന്നീട് എല്ലാ മാസത്തെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഒരു ക്ലിനിക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കറക്റ്റായിട്ട് മന്ത്ലി ചെക്കപ്പ്, അതായത് മന്ത്ലി കമ്പി ടൈറ്റ് ചെയ്യാൻ പോവുക, അത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് വീണ്ടും ലോങ് ആയിട്ട് 1.5 വർഷം എന്നുള്ളത് ചിലപ്പോൾ അത് 2 വർഷമാകും. അങ്ങനെ കുറേ നമ്മുടെ ടൈം വേസ്റ്റ് ആകും. അതുകൊണ്ട് മാക്സിമം എല്ലാ മാസവും ചെക്കപ്പ് കറക്റ്റായിട്ട് ചെയ്യുക. എന്നോട് നാട്ടിൽ നിന്ന് ഞാൻ ബ്രേസസ് ഇട്ട സമയത്ത് തന്നെ എന്നോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നത് 1.5 വർഷം എന്തായാലും ഇടേണ്ടി വരും. എനിക്ക് കറക്റ്റ് 1.5 വർഷം ഇട്ടു. ആ 1.5 വർഷമായപ്പോൾ എനിക്കത് റിമൂവ് ചെയ്യാനും പറ്റി. എൻ്റെ ട്രീറ്റ്മെന്റിൽ എനിക്ക് 4 പല്ലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ നിന്ന് 2, താഴെ നിന്ന് 2. ഈ ഗ്യാപ്പ് ഫില്ലാവാനായിട്ട് എനിക്കൊരു 6 to 1 year എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കേസിൽ സെയിം ആയിരിക്കണമെന്നില്ല, പലർക്കും ചേഞ്ച് ഉണ്ടാവാം. എനിക്ക് 6 to 1 year ആണ് എടുത്തത്. 2026 മാർച്ച് ആയപ്പോഴത്തേനും എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഫുള്ളി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ബ്രേസസ് റിമൂവ് ആക്കാം, എന്നിട്ട് റീറ്റൈനേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകാനിരിക്കുന്നത് കൊണ്ട് എന്തായാലും നാട്ടിൽ ചെന്നിട്ട് ബ്രേസസ് റിമൂവ് ആക്കിയിട്ട് റീറ്റൈനേഴ്സ് അവിടുന്ന് വാങ്ങാന്നുള്ള പ്ലാനിലായിരുന്നു. ലീവ് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ട് എന്തായാലും ഇവിടുന്ന് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് ഓർത്തു. ലാഗ് ആക്കേണ്ട വെറുതെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ട് കാണിച്ചു. അങ്ങനെ ബ്രേസസ് റിമൂവ് ആക്കി. പക്ഷെ എനിക്ക് അന്ന് റീറ്റൈനേഴ്സ് കിട്ടിയിരുന്നില്ല. എന്നോട് ഒരു 3 days വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3ാമത്തെ ദിവസം ഇവിടുന്ന് കോൾ ചെയ്യും, അപ്പോൾ വന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് എന്നെ 3rd day വിളിച്ചു. ഞാൻ ചെന്നു. അപ്പൊ എന്റെ ഫുൾ മനസ്സിലെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നാട്ടിലെല്ലാവരും ഇട്ട് കണ്ടിട്ടുള്ള പോലെ തന്നെ റീറ്റൈനേഴ്സ് ഉണ്ടല്ലോ, അതായത് കമ്പി ഇവിടുന്ന് വിസിബിൾ ആണ് നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗം വന്നിട്ടുള്ള അതാണെന്നുള്ള മൈൻഡിലാണ് ഞാൻ പോയത് തന്നെ. പക്ഷെ എനിക്ക് കിട്ടിയ റീറ്റൈനേഴ്സ് വേറെയായിരുന്നു.